ഗൈസ്, കേരള ഫുട്ബോൾ 123യുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് vs ഈസ്റ്റ് ബംഗാളിന്റെ ഒരു ഷോർട്ട് റിവ്യൂ ആയിട്ടാണ്. എന്തായാലും ആദ്യ മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും രണ്ടാമത്തെ മാച്ച് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു വിജയം തന്നെ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാച്ചിലോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നമ്മൾ കണ്ടു, ഇരു ടീമുകളും നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നന്നായിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്തെങ്കിലും നമുക്ക് ഗോളുകളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ എന്തൊക്കെ മിസ്സായി അതൊക്കെ നമ്മൾ ഈ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണെങ്കിൽ 60ാം മിനിറ്റിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ട് വിഷ്ണു പിവിയാണ് ഗോൾ അടിച്ചിട്ടുള്ളത്. ആ ഒരു ടൈമിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കടുത്ത നിരാശയിലായെങ്കിലും പക്ഷേ അതിനൊക്കെ മറുപടിയായിട്ട് നമ്മൾ നോഹ സദുവിന്റെ ഒരു കിടുക്കാച്ചി ഗോൾ നമ്മൾ അവിടെ കണ്ടു. 13ാം മിനിറ്റിലാണ് നോഹ സദു ആ ഗോൾ അടിച്ചത്. പക്ഷെ അപ്പോഴത്തെ ഒരു ഗാലറിയുടെ ഒരു ആരവ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അതിനുശേഷം നമ്മൾ നല്ല നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവസാന നിമിഷത്തിൽ 88ാം മിനിറ്റിൽ പകരക്കാരനായി എത്തിയ പെപ്രയിലൂടെ ഒരു കിടുക്കാച്ചി വിജയം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പൊ പെപ്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടത് വേറൊരു പെപ്പറാണ്. കാരണം ഇതുവരെ വേറെ മാച്ചിലൊന്നും കാണാത്തൊരു പെപ്പറിനാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു പെപ്പർക്ക്. കാരണം പ്രഷർ ചെയ്തിട്ട് ബാളിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഷറിങ് മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് പെപ്പർക്ക് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു ഗോളിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു ഉഗ്രം വിജയം സാധ്യമായത്. ഈ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെ ഹാപ്പിയാണ്. കാരണം നല്ലൊരു കംബാക്കാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. ഇതുപോലെ തന്നെ നല്ല നല്ല മത്സരങ്ങൾ ഇനിയും വരട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഗുഡ് ബൈ.